കൃഷ്ണഗാഥ ചെറുശ്ശേരി. 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഉദയവർമ്മ മഹാരാജാവിൻ്റെ സദസ്സിലെ ആസ്ഥാന കവിയായിരുന്നു ചെറുശ്ശേരി നമ്പൂതിരി. മഹാരാജാവിൻ്റെ നിർദ്ദേശാനുസരണം ആണ് ചെറുശ്ശേരി നമ്പൂതിരി കൃഷ്ണഗാഥ രചിക്കാൻ ഹേതുവായത്. മലയാളത്തിലെ ആദ്യത്തെ മഹാകാവ്യമാണ് കൃഷ്ണഗാഥ. മലയാളത്തിൽ മഞ്ചരി വൃത്തത്തിലാണ് കൃഷ്ണഗാഥ രചിച്ചിട്ടുള്ളത്. ഗാഥ എന്നാൽ ഗാനം എന്നാണ് അർത്ഥമാക്കുന്നത്. ശ്രീകൃഷ്ണൻ്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള 47 അധ്യായങ്ങളിലായാണ് ഈ കൃതി രചിച്ചിട്ടുള്ളത്. ഭാഗവതം ദശമസ്കന്ധത്തിൽ നിന്നാണ് കൃഷ്ണഗാഥയുടെ ഇതിവൃത്തം. സംസ്കൃത പദങ്ങൾ തീരെ കുറച്ചും ശുദ്ധമായ മലയാള ഭാഷയിലുമാണ് ഈ കൃതി രചിച്ചിട്ടുള്ളത്. ശ്രീകൃഷ്ണൻ്റെ ബാലലീലകൾ ധീരോദാത്തമായാണ് കൃഷ്ണഗാഥയിൽ വർണ്ണിക്കുന്നത്. മാതൃസ്നേഹം അളവറ്റതാണെന്ന് മനോഹരമായി കൃഷ്ണഗാഥയിൽ ചെറുശ്ശേരി ചിത്രീകരിക്കുന്നു. പ്രകൃതി വർണ്ണന അനായാസമായി ചിത്രീകരിക്കുന്നതിലൂടെ ചെറുശ്ശേരി ഋതുക്കളുടെ കവി എന്നും അറിയപ്പെടുന്നു. ഭക്തകവിയായ ചെറുശ്ശേരി ചില ഭാഗങ്ങളിൽ ശൃംഗാരത്തിനും ഫലിതത്തിനും പ്രാമുഖ്യം നൽകിയിരിക്കുന്നു. ഉൾപ്രേക്ഷയും മറ്റ് നിരവധി അലങ്കാരങ്ങളും കളിയാടുന്ന ഇടമാണ് കൃഷ്ണഗാഥ. ഉൾപ്രേക്ഷ അലങ്കാരമാണ് കവിക്ക് കൂടുതൽ പ്രിയം എന്ന് ഈ കാവ്യത്തിലുടനീളം കാണാൻ കഴിയുന്നു. ദ്വിതീയാക്ഷരപ്രാസത്തിന് വളരെയധികം പ്രാധാന്യം നൽകിയിരിക്കുന്ന കൃതി കൂടിയാണിത്. ലളിതമായ മനോഹരവുമായ പദങ്ങൾ കൊണ്ടാണ് കൃഷ്ണഗാഥ രചിച്ചിരിക്കുന്നത്. കൃഷ്ണഗാഥയിൽ ചെറുശ്ശേരി ശ്രീകൃഷ്ണനെ വർണ്ണിക്കുന്നത് അളവറ്റ വാത്സല്യത്തോടെയാണ്. പുത്രവാത്സല്യവും ഭക്തിയും നിറഞ്ഞു നിൽക്കുന്ന ഒരു കൃതി കൂടിയാണ് കൃഷ്ണഗാഥ. കൃഷ്ണഗാഥയിൽ സരസ്വതീ ദേവി വന്ദനം, കൃഷ്ണാവതാരം, പൂതനാമോക്ഷം, കണ്ണൻ്റെ കുസൃതികൾ, അകാസുരവധം, കാളിയമർദ്ദനം, ഗോവർദ്ധനോദ്ധാരണം, വേണുഗാനം, ഗോപികാദുഃഖം, രാസക്രീഡ, അക്രൂരാഗമനം, മധുരാപുരി പ്രവേശം, കംസൻ്റെ ഭയം, രുക്മിണീ സ്വയംവരം, സെമന്തകരത്നം, നരകാസുരവധം, ബാണാസുരയുദ്ധം എന്നിവ വളരെ മനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്നു. ഭക്തി, സ്നേഹം, ഫലിതം എന്നിവയുടെ സമഞ്ജസമായ സമ്മേളനമാണ് കൃഷ്ണഗാഥ. മലയാള സാഹിത്യത്തിന് ഒരു മുതൽക്കൂട്ടാണ് ഈ കൃതി. നിറഞ്ഞ പദസമൂഹങ്ങളുടെയും ശൈലികളുടെയും അമൂല്യശേഖരം കൃഷ്ണഗാഥയിലുണ്ട്. ലളിതമായ ഭാഷയും അവതരണവും കാരണം കൃഷ്ണഗാഥ എല്ലാ കാലത്തും വായനക്കാരെ ആകർഷിക്കുന്നു. കൃഷ്ണഗാഥയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ബാല്യകാല ലീലകളും ദൈവികമായിട്ടുള്ള സൗന്ദര്യവും ഭക്തന്മാരോടുള്ള സ്നേഹവും വളരെ ലളിതമായും ഹൃദയസ്പർശിയായും വരച്ചു കാട്ടുന്നു. സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഭാഷയിലാണ് ഈ കൃതി രചിച്ചിരിക്കുന്നത്. മാതാവായ യശോദയോടുള്ള സ്നേഹബന്ധവും ഗോപികമാരുമായുള്ള ഇടപെടലുകളും ഈ കൃതിയിൽ ഹൃദയസ്പർശിയായി അവതരിപ്പിക്കുന്നു. കൃഷ്ണൻ്റെ ദൈവികതയും അമാനുഷിക ഭാവങ്ങളും ഒരുമിച്ച് ചേർന്നതാണ് കൃഷ്ണഗാഥയുടെ പ്രധാന സവിശേഷത. ഭക്തിയും സ്നേഹവും നിറഞ്ഞ കൃഷ്ണഗാഥ മലയാളികളുടെ മനസ്സിൽ എന്നും നിലനിൽക്കുന്ന അമൂല്യ സാഹിത്യ സമ്പത്താണ്. മലയാള സാഹിത്യത്തിൻ്റെ വളർച്ചയിൽ കൃഷ്ണഗാഥ വിലമതിക്കാനാകാത്ത പങ്ക് വഹിച്ചിട്ടുണ്ട്.